നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മേഡം ദിവസവും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന ആളാണോ എന്ന്. അതെ, ഞാൻ അങ്ങനെ ഇത്ര ദിവസത്തേക്ക് എന്ന് വിചാരിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന ആളല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നുണ്ട്. സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒഴിവാക്കുന്നതല്ലാതെ ഇതുവരെയും ഞാൻ ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് മുടക്കം വരുത്തിയിട്ടില്ല. ഒരുപാട് നേട്ടങ്ങൾ, എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഭഗവാൻ കണ്ടറിഞ്ഞ് സാധിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വീണ്ടും നമ്മളെ അത് തെളിയിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചത് വഴി എൻ്റെ ഒരു നൈബറിന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്നതിലുപരി നമ്മൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളീസ് വളരെ കുറവാണ്. എൻ്റെ ഫ്ലാറ്റിൻ്റെ 2 ഫ്ലാറ്റ് അപ്പുറത്തായിട്ട് ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് മുന്നേയുള്ള പരിചയമൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. വളരെ നല്ല ചേച്ചിയായിരുന്നു. ചേച്ചിക്കൊരു മോനാണ് ഉണ്ടായിരുന്നത്. മകന് ഇവിടെ ജോലി കിട്ടിയ സമയത്ത് അവൻ്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിൽ ആയ സമയത്താണ് ചേച്ചി നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 5 വർഷത്തോളം താമസിക്കുകയുണ്ടായി. ഞാൻ ചേച്ചിയെ കണ്ടുമുട്ടുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കാണുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെ കുറച്ച് പരിചയമായി. ഫ്രീ ടൈമിലൊക്കെ ചേച്ചി ഞങ്ങളുടെ റൂമിലേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. ഈ പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്. അപ്പോൾ ഈ മോന് ചില കല്യാണം ആലോചനകളൊക്കെ നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവർ നാട്ടിൽ പോയ സമയത്ത് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് മകൻ്റെ ഓഫീസിൽ നടന്ന ചില പ്രശ്നങ്ങൾ കാരണം ആ ഓഫീസിൽ നിന്നും മകൻ ടെർമിനേറ്റ് ആവുകയുണ്ടായി. ജോലിയിൽ നിന്നും മകൻ ടെർമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ ഓഫീസിലേക്കും കുറച്ച് പൈസ കെട്ടിവെക്കേണ്ട അവസ്ഥ വന്നു. അതിനിടയിൽ ചേച്ചിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഇവിടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവിടെയും നല്ല രീതിയിൽ തന്നെ പൈസ ചെലവിടേണ്ടതായിട്ട് വന്നു. കല്യാണം മുടങ്ങിയുണ്ടായി. അപ്പോൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുക എന്നുള്ളത്, വേറെ ടെർമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ മകൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ റൂമിലേക്ക് പോയി. ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടത്തേക്ക് പോയി ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ചേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചേച്ചി പറയുകയുണ്ടായി, ഇങ്ങനെ നാട്ടിലുള്ള വീടൊക്കെ വിറ്റിട്ടാണ് ഇപ്പം ഓഫീസിലേക്ക് ആവശ്യമുള്ള പണം അടച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നീട് മറ്റൊരു തരത്തിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വന്നേനെ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്നറിയില്ല. ഞാൻ ദൈവത്തിന് ചെയ്യേണ്ടത് ദൈവത്തിനും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊരു അവസ്ഥ വന്നു എന്നുള്ളത് പറഞ്ഞ് ചേച്ചി കരയുകയുണ്ടായി. ഇനിയിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാലും അവർ വാടക വീട്ടിൽ പോയി താമസിക്കണം. ബന്ധുക്കൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ചിലർക്കെങ്കിലും ബന്ധുക്കളുടെ സപ്പോർട്ട് ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. ചിലർ നമ്മളും കൂടെ സഹായിക്കേണ്ടി വരും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ പിന്തിരിയുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പോലും പണമില്ലാത്തൊരവസ്ഥ ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകൻ കയറി വരുന്നത്. കയറി വന്നപ്പോൾ അമ്മ ദിവസവും ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു എന്തായി എന്നുള്ളത്. അപ്പോൾ അവൻ പറയുണ്ടായി, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ ഒരു കമ്പനിയിൽ ഒന്നുകൂടെ പോകാൻ പറഞ്ഞു. അവൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ, അങ്ങനെ ഒരു റിലേഷനിലുള്ള ഒരാളുടെ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലും കൂടെ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി ജോലി കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്കൊന്ന് തെളിയിക്കുമോ, നോക്കാം, ജോലി ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിൽ പിറ്റേ ദിവസം മുതൽ ആ അമ്മ
ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങി 21-ാമത്തെ ദിവസം, കറക്റ്റ് 21-ാമത്തെ ദിവസമാണ് വീണ്ടും ആ ഓഫീസിൽ നിന്ന് ഈ മകന് ഒരു കോള് വരുന്നത് ഓഫീസിലേക്ക് ചെല്ലാനായിട്ട്. വളരെയധികം സന്തോഷത്തോടെ ആ അമ്മ മകൻ ഇറങ്ങിയ ഉടനെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, മോളെ ഇങ്ങനെ മോനെ അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് ഇന്ന് 21 ദിവസമായി. എനിക്കും കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഉറപ്പായിട്ടും ആ ജോലി കിട്ടും. ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് തന്നെ ആ മകന് 100% ഉറപ്പായിട്ടും ആ ഒരു ജോലി ലഭിക്കും എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ അമ്മ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ റൂമിൽ ബെല്ല് ആരോ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മകനാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് ആ ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത പറയാനാണ് മകൻ വന്നിരിക്കുന്നത് എന്നാണ്. പക്ഷേ തീർത്തും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരല്പം ദേഷ്യത്തോടെയാണ് ആ കുട്ടി സംസാരിച്ചത്. മറ്റൊന്നുമല്ല, ചേച്ചി നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അമ്മ തീരെ വയ്യാതെയാണ് ആ ഒരു വിളക്ക് തെളിയിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ആ അമ്മയ്ക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും പുലർച്ചെ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുന്നത്. ചേച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്? അമ്മ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ജോലി കിട്ടിയില്ലേ? ഇല്ല, അവർക്കും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കിനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഷോക്കായിപ്പോയി കേട്ടോ. കാരണം ഞാനായാലും ആ അമ്മയായാലും ആ ഒരു ജോലി ലഭിക്കും എന്നുള്ളത് ഉറപ്പിച്ചു നിന്നൊരു സമയമായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ആ ചേച്ചിയെ കാണാനോ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാനോ ഒക്കെ ഒരു മടിയായിരുന്നു. എന്നിരുന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ വീണ്ടും ചേച്ചിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നടുവിലും ഞാൻ പറഞ്ഞത് കാരണം ചേച്ചി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പുലർച്ചെ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ ദിവസവും കുളിച്ചിട്ടായിരുന്നു കേട്ടോ ചേച്ചി വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കും വളരെ സങ്കടം തോന്നി. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും. നമുക്ക് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പാതി നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പാതി തന്ന് സഹായിക്കുകയാണ്. അല്ലാതെ ദൈവം മുഴുവനായിട്ടും നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ. നമുക്ക് ഒരു വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ തലവര എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ അനുസരിച്ചേ പോവുള്ളൂ. നമ്മൾ എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്നേ ദിവസം തന്നെ നടന്ന വളരെ വളരെ അത്ഭുതം പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്തു നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചേച്ചിയുടെ മോൻ വരുന്നതും. മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് അപ്പോൾ ആ ഒരു സമയത്തുള്ള ടെൻഷനിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ചേച്ചിക്കൊന്നും തോന്നരുത്. അമ്മയുടെ അവസ്ഥയിലും അമ്മ അത് എഴുന്നേറ്റ് തെളിയിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു പ്രതീക്ഷയൊക്കെ തെറ്റിയപ്പോൾ എൻ്റെ കൺട്രോളും പോയി. അപ്പോൾ ഒന്നും തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുകയുണ്ടായി. നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ മിഡിലുള്ള റൂമിലേക്ക് ഒരു പുള്ളിക്കാരൻ കയറി വരികയുണ്ടായി. ആ കയറി വന്ന ആളിന് ഈ ചേച്ചിയുടെ മോന് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സായിരുന്നു, മുന്നേ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത്. ഈ റൂമിൽ ഉള്ള ആളുടെ കസിനാണ്, അവിടത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുകയും ഈ രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആ പുള്ളി സ്വന്തമായിട്ട് ദുബായിൽ ഒരു ഓഫീസ് നടത്തുമായിരുന്നു. ആ ഓഫീസിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ഉണ്ടായത്. ആ ഓഫീസിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആ ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ 21-ാമത്തെ ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് 21-ാമത്തെ ദിവസം തന്നെ അവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ ആ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വിസയും കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ എടുത്തു കൊടുത്ത് ഈ മകനെ ദുബായിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല രീതിയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. ആ ചേച്ചി ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇതുവരെയും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെയും തന്നെ ആ ചേച്ചി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാറുണ്ട്.
എപ്പോഴും പറയും അത് എന്താ പറയുക, ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ പറയുന്ന ആഗ്രഹം എന്നുള്ളതിലുപരി നമ്മൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ഉണ്ടായിരുന്ന കടങ്ങളും കാര്യങ്ങളും ഒക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പുതിയ വീടിൻ്റെ. അപ്പോൾ ആ മകനും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരുപക്ഷെ എനിക്ക് ആ ജോലിയാണ് കിട്ടിയിരുന്നതെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം, അതായത് ഇത്രയും നല്ലൊരു ജോലി ആയിരുന്നില്ല അത്. അപ്പോൾ ദൈവം എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് ദൈവം തരുന്നത്. ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചേച്ചി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതെങ്കിൽ പോലും അതിനേക്കാൾ നല്ലൊരു ജോലിയാണ് ദൈവം ആ മകന് കൊടുത്തത്. ഒരുപാട് ആൾക്കാരോട് ചേച്ചി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഒരു നൈബർ സിസ്റ്റർ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഞാനിങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഒരാളുടെ ജീവിതത്തിലെങ്കിലും വെളിച്ചം പകരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്ന കാര്യം കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ അതിലുള്ള അവരുടെ സന്തോഷത്തിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇത്ര ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം എന്ന് കരുതി പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിച്ചു, നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിനെ ഒഴിവാക്കുകയല്ല വേണ്ടത്. പകരം നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് എന്തോ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനോട് നന്ദി പറയേണ്ടത്. നമ്മളെ മോശം കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് കൂടെ പറയണം. നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന്, നമുക്ക് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ദൈവം തരാത്തതിന്, അത്രയും വലിയ രോഗങ്ങളൊന്നും ദൈവം തരാത്തതിന്, അതിനും കൂടെ നമ്മൾ ഭഗവാനോട് നന്ദി പറയണം. ഒരിക്കലും നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കി ആവരുത് നമ്മൾ നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യേണ്ടത്. നമ്മളെക്കാൾ താഴെ തട്ടിൽ നിൽക്കുന്ന ആളെ വെച്ച് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളെക്കാൾ ഉയർന്ന തട്ടിലുള്ളവരെ നോക്കി കാണുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തോട് പോലും ഒരു അതൃപ്തി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.